ശ്രീ സഖാവ് വി എസ് അച്യുതാനന്ദൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ കെട്ടിപ്പടുത്ത മനുഷ്യസ്നേഹി, കുട്ടനാടിനെ ഏറെ സ്നേഹിച്ച വ്യക്തി. ഇപ്പോഴത്തെ കുട്ടനാടിൻ്റെ ഭാഗമായ കൈനഗരി, നെടുമുടി, തകഴി പഞ്ചായത്തുകൾ അമ്പലപ്പുഴയുടെ ഭാഗമായിരുന്നപ്പോൾ എൻ്റെ MLA ആയി 1967 വന്ന വ്യക്തിയാണ് സഖാവ് വി എസ് അച്യുതാനന്ദൻ. അദ്ദേഹം പാർട്ടി സെക്രട്ടറിയായും പ്രതിപക്ഷ നേതാവായും മുഖ്യമന്ത്രിയായും എന്ന പദവികളിൽ ഉജ്ജ്വലമായ പ്രവർത്തനം കാഴ്ചവെച്ച വ്യക്തിയാണ്. നമുക്കറിയാം, കുട്ടനാടിനെ സംബന്ധിച്ച് ഏറ്റവും പ്രതികൂലമായ സാഹചര്യത്തിൽ ഒരു കുട്ടനാട്ടുകാരനും ഒരു കാലത്തും മറന്നുപോകാൻ പറ്റാത്ത ഒരു വ്യക്തിത്വമാണ് സഖാവ് വി എസ് അച്യുതാനന്ദൻ. മാർത്താണ്ഡം കായൽ, കൈനഗരി, ചെറുകര, നീലമ്പേരൂർ, കാവാലം, മങ്കമ്പ് എന്നീ പ്രദേശങ്ങളിൽ താമസിച്ചുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ കുട്ടനാടിനെ ഉയർത്തുവാൻ തക്കവണ്ണം പ്രവർത്തിച്ച ഒരു പ്രത്യേക വ്യക്തി തന്നെയാണ് സഖാവ് വി എസ് അച്യുതാനന്ദൻ. സാർ, എൻ്റെ വിശ്വാസമനുസരിച്ച് വിശുദ്ധ വേദോസ്തവത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്: ഒരു മനുഷ്യൻ്റെ വഴിയിൽ യഹോവയ്ക്ക് പ്രസാദം തോന്നിയാൽ അവനവൻ്റെ ഗമനത്തെ സ്ഥിരമാക്കുന്നു എന്നുള്ള ഒരു വാക്യം ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം സഖാവ് വി എസ് അച്യുതാനന്ദൻ്റെ വഴിയിൽ യഹോവയ്ക്ക് പ്രസാദം ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് 101 വർഷക്കാലം വളരെ പ്രത്യേകതയിൽ ജീവിക്കുവാനും കേരളം കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഉജ്ജ്വലമായ, അതിന് ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു ആദരവ് കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ യാത്രയയക്കുവാനും സാധിച്ചത്. സാർ, എനിക്ക് ഏറ്റവും അടുത്ത ബന്ധമുള്ളത് 2011 എൻ്റെ സഹോദരനായ തോമസ് ചാണ്ടിയുടെ ഇലക്ഷൻ അത് നടന്നപ്പോൾ സഖാവ് വി എസ് അച്യുതാനന്ദനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കണമെന്ന് അദ്ദേഹത്തിന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. ഞാനാണ് അന്ന് സഖാവ് വി എസ് അച്യുതാനന്ദനെ നേരിൽ പോയി കണ്ട് ഈ വിഷയം സംസാരിച്ചത്. വളരെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ തീർച്ചയായിട്ടും വരും തോമസ് ചാണ്ടി, ഞങ്ങളുടെ ഒരു ഭാഗമാണ്, അതുകൊണ്ട് ഭയപ്പെടേണ്ട, പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ 2011 കുട്ടനാട്ടിൽ വന്ന് എൻ്റെ സഹോദരൻ്റെ ഇലക്ഷൻ ഉദ്ഘാടനം നടത്തിയ ഒരു പ്രത്യേകതയും അദ്ദേഹത്തോട് ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ വിയോഗം ഞങ്ങളെ സംബന്ധിച്ച്, കുട്ടനാട്ടുകാരെ സംബന്ധിച്ച്, നമ്മളെല്ലാവരും മുദ്രാവാക്യം പറയുന്നത് പോലെ ഇല്ല ഇല്ല മരിക്കുന്നില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്ന് പറയുന്ന പോലെ ഓരോ കുട്ടനാട്ടുകാരൻ്റെ ജീവിതത്തിലും വി എസ് അച്യുതാനന്ദൻ ഒരു പ്രത്യേകതയായി മാറുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഞങ്ങളിലൂടെ അദ്ദേഹം ജീവിക്കുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. സർ, അദ്ദേഹത്തിൻ്റെ മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു.